നമ്മുടെ മഹാദേവന്റെയും ശ്രീ പാർവതി ദേവിയുടെയും വാത്സല്യപുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ അവതാര ദിനമാണ് വൈകാശി വിശാഖം. ഈ പ്രാവശ്യം ജൂൺ 9 തിങ്കളാഴ്ചയാണ് വൈകാശി വിശാഖം ആചരിക്കപ്പെടുന്നത്. അതിവിശിഷ്ട ദിവസമാണിത്. നാം ശ്രീ മുരുകനെ മനസ്സറിഞ്ഞ് വിളിച്ച് ഏതൊരു കാര്യം അപേക്ഷിച്ചാലും ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ നമ്മളെ കനിഞ്ഞനുഗ്രഹിക്കുന്ന അവതാര ദിനമാണിത്. വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. മുരുക ഭക്തർക്ക് ഇത് ഭാഗ്യത്തിന്റെ ദിവസവും കൂടിയാണ്. തമിഴ് മാസമായ വൈകാശിയിലെ വിശാഖം നാളിലാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി അവതരിച്ചതെന്നാണ് വിശ്വാസം. അതായത് നമ്മുടെ ഇടവ മാസത്തിലെ വിശാഖം നാളിൽ. അന്നേ ദിവസം ശ്രീ മുരുകനെ ആരാധിച്ചാൽ ഇരട്ടി ഫലം ലഭിക്കുന്ന പുണ്യദിനമാണ് ഭഗവാന്റെ ഈ അവതാര ദിവസം. ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതായേ വരില്ല. വിജയം സുനിശ്ചിതമാണ്. ശിവപുത്രൻ, പാർവതി തനയൻ, ഗണപതിയുടെ ഇളയ സഹോദരൻ, ഇന്ദ്രന്റെ മരുമകൻ, അഗസ്ത്യർക്ക് തമിഴ് വ്യാകരണം ഉപദേശിച്ച ഭഗവാൻ, ഔവയ്യാർക്ക് ഞാവൽപ്പഴത്തിലൂടെ തത്വജ്ഞാനമേകിയ ദേവൻ, പിതാവായ ശിവന് തന്നെ പ്രണവമന്ത്രപ്പൊരുൾ ഉപദേശിച്ചവൻ എന്നിങ്ങനെ മഹിമകൾ ഏറെയുണ്ട് ശ്രീ മുരുകന്. ഏറ്റെടുക്കുന്ന ഏതു പ്രവൃത്തികളിലും വിജയം സുനിശ്ചിതമാക്കുന്ന ദേവസേനാപതിയെ ആരാധിച്ചാൽ ഇരട്ടി ഫലം ലഭിക്കുന്ന പുണ്യദിനങ്ങളിലൊന്നാണ് ഭഗവാന്റെ അവതാര ദിവസമായ വൈകാശി വിശാഖ മഹോത്സവം. ഈ ദിവസം ശ്രീ മുരുകനെ യഥാവിധി പൂജിച്ച് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ പ്രതിസന്ധികളും തടസ്സങ്ങളും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ ഏതൊരാൾക്കും സാധിക്കുന്നതാണ്. ശ്രീ മഹാദേവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും മനുഷ്യരാശിക്ക് ഭീഷണിയായ അസുരന്മാരെ നിഗ്രഹിക്കാൻ അവതരിച്ച സുബ്രഹ്മണ്യന്റെ തിരുനാളാണ് വൈകാശി വിശാഖം. ഈ വിശിഷ്ട ദിവസം മുരുക ക്ഷേത്രത്തിൽ നിങ്ങൾ ഉറപ്പായും പോകണം. വഴിപാടുകൾ നടത്തണം. വ്രതശുദ്ധി വേണം. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണകരമായ മാറ്റങ്ങൾ ഉറപ്പായും കൊണ്ടുവരുന്നതാണ്. എന്താണ് അന്നേ ദിവസം ചെയ്യേണ്ടത് എന്ന് ഞാൻ പൂർണ്ണമായും വിശദീകരിക്കാം. അതിനു മുൻപ് ഭഗവാൻ ശ്രീ മുരുകൻ മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്ന് അവതാരമെടുത്ത കഥ ഞാനൊന്ന് ചുരുക്കി പറയാട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ. ഇനി നമുക്ക് ഐതിഹ്യം ഒന്ന് കേട്ടുവരാം. ഒരിക്കൽ ശൂരപത്മൻ ഉൾപ്പെടെയുള്ള അസുരന്മാർ ലോകത്തെ ഭീഷണിപ്പെടുത്തിയ അവസരത്തിൽ അതിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ അതിശയകരമായ ശക്തിയുടെ ഒരു അവതാരം ആവശ്യമായിരുന്നു. വൈകാശി, അതായത് നമ്മുടെ ഇടവമാസത്തിലെ വിശാഖവും പൗർണമിയും ചേർന്നു വന്ന സുദിനത്തിൽ മഹാദേവന്റെ നെറ്റിയിൽ നിന്ന് ഭഗവാൻ മുരുകൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. 6 കുട്ടികളാണ് ഉണ്ടായിരുന്നതെന്നും ശരവണപ്പൊയ്കയിൽ കളിച്ച് രസിച്ച 6 കുട്ടികളെ 6 കൃതിക സ്ത്രീകളാണ് എടുത്തു വളർത്തിയതെന്നും ഐതിഹ്യമുണ്ട്. ലോകമാതാവായ പരാശക്തി 6 കുട്ടികളെയും എടുത്ത് 6 മുഖങ്ങളും 12 കൈകളുമുള്ള ഒരൊറ്റ കുട്ടിയാക്കി മാറ്റി. 6 മുഖമുള്ളതിനാൽ അദ്ദേഹത്തിന് അറുമുഖൻ എന്ന വിളിപ്പേര് ലഭിച്ചു. വൈകാശി വിശാഖത്തിൽ ജനിച്ചതിനാൽ വിശാഖൻ എന്ന പേരും ലഭിച്ചു. കൃതികൾ സ്ത്രീകൾ എടുത്തു വളർത്തിയതിനാൽ കാർത്തികേയൻ എന്നും മുരുകന് പേര് വരികയുണ്ടായി. ഈ വിശിഷ്ട ദിനം വ്രതമനുഷ്ഠിച്ച് ആരാധിക്കുന്നവർക്ക് ആഗ്രഹിച്ചതെല്ലാം ലഭിക്കും. അനപത്യ ദുഃഖം അനുഭവിക്കുന്നവർ വൈകാശി വിശാഖം വ്രതമെടുത്താൽ അടുത്ത വിശാഖത്തിന് മുൻപ് കുട്ടി ജനിക്കുമെന്നാണ് വിശ്വാസം. ഇത് വളരെ ഉറപ്പുള്ള കാര്യമാണ്. കുട്ടികളില്ലാതെ, അതായത് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാവരും ഈ ഒരു ദിവസം വ്രതമെടുത്താൽ അടുത്ത വിശാഖത്തിന് മുൻപ് ഉറപ്പായും സന്താന ഭാഗ്യം നിങ്ങളെ കനിഞ്ഞനുഗ്രഹിക്കുമെന്നത് സത്യമായ കാര്യമാണ്. അതുപോലെ വേർപിരിഞ്ഞ ദമ്പതികൾ ഒന്നിക്കുമെന്നും വിശ്വാസമുണ്ട്. വൈകാശി വിശാഖ നാളിലെ വ്രതം മഹത്തായ ഐശ്വര്യ ഫലങ്ങളാണ് നൽകുന്നത്. അങ്ങനെ ഇടവമാസത്തിലെ വിശാഖ ദിനമായ ജൂൺ 9 തിങ്കളാഴ്ച അതിരാവിലെ, അതായത് ബ്രാഹ്മമുഹൂർത്തത്തിലാണെങ്കിൽ അത്രയും നല്ലതാണ്, എഴുന്നേറ്റ് കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ആദ്യം ഗണപതി ഭഗവാനെ വന്ദിച്ച ശേഷം ഇഷ്ടദേവതയെയും കുലദൈവത്തെയും ധ്യാനിച്ച് വ്രതം ആരംഭിക്കാവുന്നതാണ്. മുരുകന്റെ ചിത്രത്തിനു മുൻപിൽ 5 തിരിയിട്ട നിലവിളക്ക് കത്തിച്ചു വെച്ച് വെറ്റില, പഴം, തേങ്ങ എന്നിവ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. വീട്ടിലെ പൂജാമുറിയിലിരുന്ന് സ്കന്ദഷഷ്ടി കവചം ജപിക്കുന്നത് വളരെ ഐശ്വര്യമാണ്. അതുപോലെ സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുക, മുരുകന്റെ മന്ത്രങ്ങളായ ഓം ശരവണ ഭവ, ഓം മുരുക എന്നിവയൊക്കെ നമ്മൾക്ക് അന്നേ ദിവസം ജപിക്കാവുന്നതാണ്. ഓം വജൽഭൂയേ നമ, ഓം ശരവണ ഭവ എന്നീ മന്ത്രങ്ങൾ, സുബ്രഹ്മണ്യ ഗായത്രി, ഓം തത്പുരുഷായ വിദ്മഹി മഹാസേനായ ധീമഹി ധന്നോ ഷൺമുഖ പ്രചോദയാത്, സുബ്രഹ്മണ്യ അഷ്ടോത്തരം തുടങ്ങിയവ ഈ ദിവസം ജപിക്കുന്നത് ഏറെ ഉത്തമമാണ്.
വീട്ടിൽ പൂജ നടത്തിയാലും ഇല്ലെങ്കിലും നമ്മൾ ഉറപ്പായും അന്നേ ദിവസം രാവിലെ അടുത്തുള്ള മുരുക ക്ഷേത്രത്തിൽ പോവേണ്ടതാണ് കേട്ടോ. നമുക്കറിയാം ധാരാളം അഭിഷേകങ്ങൾ നമ്മൾ മുരുകനെ നടത്താറുണ്ട്. അതിൽ വൈകാശി വിശാഖത്തിൽ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട പാൽ അഭിഷേകമാണ് നമ്മൾ ക്ഷേത്രത്തിൽ നടത്തേണ്ടത്. അന്നേ ദിവസം സമ്പൂർണ്ണ വ്രതം ഏറ്റവും നല്ല ഐശ്വര്യമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്. പൂർണ്ണ വ്രതാനുഷ്ഠാനം സാധിക്കാത്തവർക്ക് ഒരു നേരം മാത്രം വേവിച്ച ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം. മറ്റ് സമയങ്ങളിൽ തേൻ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയും കഴിക്കാം കേട്ടോ. ഈ ദിവസം നമ്മൾ പാവപ്പെട്ടവർക്ക് മോര്, പാനകം, തൈര് എന്നിവ ചേർത്ത ചോറ് കൂടാതെ കുട, ചന്ദനം മുതലായവ ദാനം ചെയ്താലും വളരെയധികം ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. അതുപോലെ അന്നേ ദിവസം സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി ഭഗവാൻ ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഏറ്റവും ഐശ്വര്യമാണ്. മുകുന്ദൻ, രുദ്രൻ, കമലോത്ഭവൻ എന്നീ ത്രിമൂർത്തികളുടെ നാമത്തിന്റെ ഏകരൂപം അത്രേ മുരുകൻ. അതുകൊണ്ട് മുരുകനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ത്രിമൂർത്തികളെയും തൊഴുന്ന ഫലം കിട്ടും എന്ന് സാരം. ഓരോ മൂർത്തികളുടെയും അവതാര ദിവസവും ആ ദേവതകൾക്ക് പ്രധാനപ്പെട്ട ദിനങ്ങളും തിരഞ്ഞെടുത്ത് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ സകല ദുഃഖ ദുരിതങ്ങളും അകന്ന് ഭയരഹിതമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസം. മുരുകന്റെ സന്നിധിയിൽ ഇരുന്ന അന്നേ ദിവസം സ്കന്ദഷഷ്ടി കവചം പാരായണം ചെയ്താൽ കാര്യവിജയമാണ്. അതായത് നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന എന്തൊരു കാര്യവും അന്നേ ദിവസം നടക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ ദിവസം ക്ഷേത്രത്തിൽ പഞ്ചാമൃത അഭിഷേകം നടത്തിയാൽ അഭീഷ്ട സിദ്ധി ഉണ്ടാവും. അതുപോലെ ഇളനീര് കൊണ്ട് അഭിഷേകം നടത്തിയാൽ സൽസന്താന ലബ്ധി ഉണ്ടാവും. കരിമ്പിൻ നീരാൽ അഭിഷേകം നടത്തിയാൽ ആരോഗ്യം കൂടും. കൂടാതെ നിത്യവും മുരുകനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ ഏത് ദുർഘട അവസ്ഥയും അതിജീവിക്കാനുള്ള ശക്തിയും ധൈര്യവും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി വ്രത ദിവസത്തിന് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം പൂർത്തിയാക്കാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ തന്നെ തുളസി തീർത്ഥം, അതായത് അല്പം വെള്ളത്തിൽ തുളസിയിലയിട്ട് അത് സേവിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി ഈ വൈകാശി വിശാഖ വ്രതം എടുക്കാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട. അന്നേ ദിവസം നിങ്ങൾ ഉറപ്പായും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി നമ്മളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ ചെയ്താൽ മതിയാവും കേട്ടോ. വ്രതം എടുക്കുന്നവർ അന്ന് കഴിയുന്നത്ര നേരം ക്ഷേത്രത്തിൽ തന്നെ കഴിയുകയും മുരുക മന്ത്രങ്ങൾ, കീർത്തനങ്ങൾ എന്നിവ ജപിക്കുകയും വേണം. അങ്ങനെ അതിവിശിഷ്ടമായ ഈ വൈകാശി വ്രതം എല്ലാവരും അതിൻ്റെ ചിട്ടയോടുകൂടി എടുക്കുക. സാക്ഷാൽ മുരുക ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.